ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യക്ക് 25% തീരുവയും പിഴയും ചുമത്തി ട്രംപിന്റെ പ്രഖ്യാപനം. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും യുഎസുമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകളും മറ്റേതൊരു രാജ്യത്തെക്കാളും കഠിനവും അരോചകവുമായ വ്യാപാര തടസ്സങ്ങളാണ് ഇന്ത്യയിലെന്നും ട്രംപ് പറയുന്നു. ഇക്കാരണം കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുമായി താരതമ്യേന കുറഞ്ഞ വ്യാപാരമേ നടത്തിയിട്ടുള്ളൂവെന്നും ട്രംപ് വ്യക്തമാക്കി. ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പോകുന്നതിനിടെ യുവതി ട്രെയിനിൽ നിന്നും വീണ് മരിച്ചു. ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പുറപ്പെട്ട യുവതി ചെന്നൈക്കടുത്ത് തീവണ്ടിയിൽ നിന്നും വീണു മരിച്ചു. ശുഗപുരം കാരാട്ട് സദാനന്ദന്റെ മകൾ റോഷിയാണ് ബുധനാഴ്ച രാവിലെ 6 മണിയോടെ ചോളാർപേട്ടക്കടുത്ത് തീവണ്ടിയിൽ നിന്നും വീണു മരിച്ചത്. ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്തൃപിതാവിനെ കാണാനായി ചൊവ്വാഴ്ച രാത്രിയാണ് ഭർത്താവ് രാജേഷിനൊപ്പം റോഷ്നി തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസിൽ കയറിയത്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ശൌചാലയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ റോഷ്നിയെ ഭർത്താവ് അതുവരെ അനുഗമിച്ചിരുന്നു. പിന്നീട് മാറി നിന്ന രാജേഷ് ഏറെ സമയം കഴിഞ്ഞിട്ടും റോഷ്നി ഇറങ്ങി വരാത്തത് കണ്ടു നോക്കിയപ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചോളാർപേട്ടിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നുമുള്ള ബന്ധുക്കളെത്തി റെയിൽവേ തമിഴ്നാട് പോലീസിന്റെയും RDOയുടെയും സാന്നിധ്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതശരീരം വ്യാഴാഴ്ച ശുഗപുരത്തെത്തിക്കും. ആദ്യ ശമ്പളം 350 രൂപ. ഭക്ഷണം കഴിച്ചത് 1 രൂപയ്ക്ക്. ക്യാൻസർ പോരാട്ടം. ശ്യാം കൌശലിന്റെ അപൂർവ ജീവിതകഥ. സിനിമാ രംഗത്ത് സ്വന്തം മേൽവിലാസമുണ്ടാക്കുക എന്നത് എളുപ്പമല്ല. നിരവധി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ശേഷമാണ് പലരും സിനിമാ വ്യവസായത്തിൽ സ്വന്തമായൊരു സ്ഥാനം നേടിയെടുക്കുന്നത്. ബോളിവുഡ് താരം വിക്കി കൌശലിന്റെ അച്ഛനും സംഘടനാ സംവിധായകനുമായ ശ്യാം കൌശലിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ബോളിവുഡിലെ അറിയപ്പെടുന്ന ആക്ഷൻ ഡയറക്ടറാകുന്നതിന് മുൻപ് പലരും സങ്കല്പിക്കാത്ത തരത്തിലുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു തന്റെ ജീവിതമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്യാം കൌശൽ. 1978 അച്ഛന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ 3000 രൂപയുമായി മുംബൈയിലെത്തിയ ശ്യാം കൌശലിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കടം വീട്ടുക. പഞ്ചാബിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA പൂർത്തിയാക്കിയ ശേഷം ഒരു ലെക്ചറർ ആകുവാൻ ആഗ്രഹിച്ചുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കൌശലിന്റെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ നിന്നുപോയി. മുംബൈയിൽ പ്രതിമാസം 350 രൂപ ശമ്പളത്തിൽ ഒരു സെയിൽസ്മാനായി അദ്ദേഹം ജോലി കണ്ടെത്തി. ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനുമായി വെറും 1 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ചിലവഴിക്കുവാൻ കഴിഞ്ഞിരുന്നത്. കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന മിസൽ പാവ്, ബട്ടറ്റ വട എന്നിവയായിരുന്നു ശ്യാം കൌശൽ പലപ്പോഴും കഴിച്ചിരുന്നത്. വാടക വീട്ടിൽ താമസിക്കുവാൻ പണം നൽകുവാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഓഫീസിൽ താമസം തുടങ്ങി. വസ്ത്രം മാറുവാനായി മാത്രം ഘാട്ട്കോപ്പറിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു പതിവ്. അദ്ദേഹത്തിന് 2 ട്രൌസറുകളും 3 ഷർട്ടുകളും മാത്രമേ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മുംബൈയിലെ ജോലി നഷ്ടപ്പെട്ടു. അത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറുകയുമായിരുന്നു. തകർന്ന ആത്മവിശ്വാസവും മോശം ആശയവിനിമയ ശേഷിയുമായി ശ്യാം കൌശൽ അന്ന് 2 തീരുമാനങ്ങളെടുത്തു. 1, ഇനി ഒരിക്കലും ഒരു ഓഫീസ് ജോലിക്ക് പോകരുത്. 2, മുംബൈ വിട്ടു പോകരുത്. എന്നാലും വീട്ടിലാളില്ലാത്ത നേരത്ത് നിങ്ങൾ ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ? ഇതെന്ത് ചോരക്കളിയാണ്? വാലുനുള്ളിയ നെത്തോലികൾ കിണറ്റിൻകരയിൽ ചിതറി വീണു. ക്ഷണനേരം കൊണ്ട് എവിടെ നിന്നറിയില്ല ഇളമാനെ കണ്ട ചീറ്റകളെ പോലെ പൂച്ചകൾ പാഞ്ഞെടുത്തു. കുഞ്ഞുവായിൽ നെത്തോലികളുമായി പൂച്ചക്കുഞ്ഞുങ്ങൾ കാർട്ടൂണുകളെപ്പോലെ ഓടിപ്പോയി. തള്ളവിരൽ അമർത്തി പിടിച്ചുകൊണ്ട് ചന്ദ്രി ചേച്ചി മൈലാഞ്ചിയുടെ ചുവട്ടിലേക്കിരുന്നു. കുളം പോലെ കെട്ടിനിന്ന സോപ്പ് വെള്ളത്തിലേക്ക് ഒരു ചുവന്ന ചോരച്ചാൽ ഒലിഞ്ഞിറങ്ങി. പന്തലിൽ നിന്ന് അതിക്രമിച്ച് മൈലാഞ്ചിയിലേക്ക് പടർന്നു കീറിയ വള്ളികളിലെ പാഷൻ ഫ്രൂട്ടുകൾ കൂടി പേടിച്ചു വിറച്ചു നിൽപ്പാണ്. വെട്ടിയ കത്തിയുമായി കലിയടങ്ങാതെ എന്തെല്ലാമോ വിളിച്ചു കൂവുകയാണ് മല്ലിക എന്ന മല്ലിച്ചേച്ചി. മീൻ മുറിച്ചുകൊണ്ടിരുന്ന കത്തിയാണ് മീൻ ചോരയ്ക്കൊപ്പം മനുഷ്യച്ചോരയും രുചിച്ച് വലം കൈയിൽ വെട്ടിത്തിളങ്ങുന്നത്. ഈ അടുത്ത് ചാണക്കാരൻ വന്നപ്പോൾ മൂർച്ച കൂട്ടിച്ച ആ കത്തിയുടെ മിന്നുന്ന അലക്ക് കാണുമ്പോൾ മാംസം വേദനിച്ചു പോകും. ഒരു ക്രൈം സീനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
വെട്ടിയ ആളും വെട്ടേറ്റ ആളും സഹോദരിമാരാണ്. ചന്ദ്ര ചേച്ചിയുടെ ചേച്ചിയാണ് മല്ലി ചേച്ചി. തീർത്തും സാധാരണമായ ഒരു പകലായിരുന്നു ഇത്ര നേരം. മല്ലി ചേച്ചി അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു. ചേച്ചിയോട് ഇരന്നു വാങ്ങിയ ഇത്തിരി സോപ്പ് പൊടി ഞങ്ങൾ ബക്കറ്റിലിട്ട് കലക്കി. അതിനുള്ളിൽ ഒരു ചുഴി രൂപപ്പെട്ടു. തുരുതുരെ പൊട്ടുന്ന മഴവിൽ കുമിളകളുള്ള സോപ്പ് പത നിറയെ പൊങ്ങി വന്നു. അത് 2 കൈകൊണ്ടും വാരി മൈലാഞ്ചി ചില്ലകളിൽ പലയിടങ്ങളിൽ വെച്ചു. ഫിർ മരങ്ങളിൽ മഞ്ഞു ഉറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ മൈലാഞ്ചി ചെടി ഫിർ മരമായി മാറിയിരിക്കുന്നു. മല്ലി ചേച്ചി മഞ്ഞൾ പാട്ടയുമായി വരുന്ന ഒച്ച കേട്ടതും ഫിർ മരത്തെ ഉപേക്ഷിച്ച് നനഞ്ഞൊലിച്ച കുപ്പായവുമായി പാഞ്ഞു ചെന്ന് മുന്നിൽ നിന്നുകൊടുത്തു. സോപ്പ് പൊടി കളിക്കുവാൻ തന്നതിലുള്ള വിനീതമായ അനുസരണ പ്രകടനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുട്ടികളില്ല, തിരുപ്പതി ക്ഷേത്രത്തിന് വീട് ദാനം ചെയ്ത് ദമ്പതിമാർ. ഹൈദരാബാദിൽ നിന്നുള്ള കുട്ടികളില്ലാത്ത ദമ്പതിമാർ തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിന് സ്വന്തം വീട് ദാനം ചെയ്തു. അന്തരിച്ച IRS ഉദ്യോഗസ്ഥനായ YVSS ഭാസ്കർ റാവു സമാനമായ രീതിയിൽ നടത്തിയ സംഭാവനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ദമ്പതിമാർ വീട് ദാനം ചെയ്തതെന്ന് ക്ഷേത്ര ഭരണസമിതിയായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം അറിയിച്ചു. തെരുതെരി ആക്രമണങ്ങൾ, പിന്നിൽ ഇന്ത്യയുടെ നിഴൽ യുദ്ധമെന്ന് വിലപിച്ച് പാക് സൈനിക മേധാവി. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നാരോപിച്ച് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ. പാക് സൈനിക ഇന്റലിജൻസിന്റെ ഭാഗമായ ഡെത്ത് സ്ക്വാഡിൽപ്പെട്ട 3 പേർ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ബലോച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെതിരെ ഇന്ത്യ നിഴൽ യുദ്ധം ശക്തിപ്പെടുത്തുകയാണെന്ന് അസീം മുനീർ ആരോപിച്ചു. പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി കിട്ടിയതിനെ തുടർന്നാണ് ബലൂചിസ്ഥാനിൽ ഇന്ത്യ നിഴൽ യുദ്ധം ശക്തിപ്പെടുത്തിയത് എന്നാണ് അസീം മുനീർ പറയുന്നത്. ബലൂചിസ്ഥാനിൽ നടത്തിയ സൈനിക പരിശീലന ക്യാമ്പിൽ സംസാരിക്കവെയാണ് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യം എതിർത്തു, വിധി പകർപ്പ് പുറത്ത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു. എതിർപ്പ് ജഡ്ജിക്ക് എഴുതി നൽകി. മാധ്യമങ്ങൾക്ക് ലഭിച്ച വിധി പകർപ്പിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാട് വ്യക്തമായിട്ടുള്ളത്. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തിട്ടില്ലെന്നായിരുന്നു BJP വാദം. ഇത് തള്ളുന്നതാണ് വിധി പകർപ്പ്. ബഹിരാകാശ ഗവേഷണം, നേതൃനിരയിലേക്ക് ഇന്ത്യ. നിസാർ നൽകുന്ന വിവരങ്ങൾ ലോകത്തിന് മുഴുവൻ പ്രയോജനപ്പെടും. ആഗോള ഭൌമനിരീക്ഷണ രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ISRO നാസ സംയുക്ത സംരംഭമായ നിസാർ വിക്ഷേപണം വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും US നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും സംയുക്തമായി വികസിപ്പിച്ച ഈ ഉപഗ്രഹം ഭൂമിയുടെ ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ എല്ലാ കാലാവസ്ഥയിലും രാവും പകലും പകർത്തുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 2392 കിലോഗ്രാം ഭാരമുള്ളതും ഇരട്ട ഫ്രീക്വൻസി റഡാർ സംവിധാനങ്ങളുള്ളതുമായ നിസാർ ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പാരിസ്ഥിതിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ നൽകും. ഈ ദൌത്യം ഇന്ത്യയ്ക്കും USനും മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.